വളരെ മനോഹരമായ രീതിയിൽ ഏതാണ്ട് 60-65 തുഴക്കാരെ, 3 നിലക്കാരെ, 3 അണിയക്കാരെ അങ്ങനെ ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ തുഴഞ്ഞു വരുന്ന കാഴ്ച ആരുടെയും കരളിനും കണ്ണിനും കുളിർമയേകുന്നതാണ്. എന്നാൽ പടക്കുതിരയെ വിടുവാൻ മമ്മൂടൻ തയ്യാറാകുന്നില്ല. മഞ്ഞ സോക്സും വെള്ള വെനിയനുമണിഞ്ഞ മാമൂടൻ വള്ളം ഒപ്പത്തിനൊപ്പം എത്തുവാൻ ഒരു കഠിന ശ്രമം നടത്തുകയാണ്. പടക്കുതിരയ്ക്കുണ്ടോ പരാജയം? പടക്കുതിര അങ്ങനെ കുതിച്ചു പായുകയാണ്. എന്തൊരു ആവേശമാണ്! ഓളപ്പരപ്പിലൂടെ ജലകണികകളെ കീറിമുറിച്ചുകൊണ്ട് പടക്കുതിര കുതിച്ചു പായുമ്പോഴേ ഒപ്പം പിടിക്കുവാൻ മാമൂടന്റെ ശക്തമായൊരു ശ്രമം. മാമൂടൻ ജയിക്കുമോ പടക്കുതിര ജയിക്കുമോ പ്രവചിക്കുക അസാധ്യമാണ്. വളരെ മനോഹരമായ രീതിയിൽ ഇതാ ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോഴേ പടക്കുതിര പേരനർത്ഥമാക്കത്തക്ക രീതിയിൽ കുതിച്ചു പായുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഏതാണ്ട് ഒരു വള്ളപ്പാട് വ്യത്യാസത്തിലെ പടക്കുതിര ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോകുന്ന മനോഹരമായ ഒരു കാഴ്ച. പടക്കുതിര കടന്നു പോയതിന് തൊട്ട് പിന്നാലെ ഇതാ മാമൂടനും എത്തിച്ചേർന്നിരിക്കുകയാണ്. 2 വള്ളങ്ങളും ചരിത്രമുള്ള വള്ളങ്ങളാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് പടിഞ്ഞാറ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ എ ഗ്രേഡ് ഓടിവള്ളങ്ങളുടെ 2ാമത്തെ ഹീറ്റ്സ് ആരംഭിക്കുകയാണ്. 1ാമത്തെ ട്രാക്കിൽ 17ാം നമ്പർ വള്ളം തുരുത്തിത്തറ, 2ാമത്തെ ട്രാക്കിൽ 18ാം നമ്പർ വള്ളം കരിവേലിത്തറ. ഇവർ ആജന്മ ശത്രുക്കളാണ്, വൈരികളാണ്, വാശിയോടും വീറോടും കൂടി മത്സരിക്കുന്ന വള്ളങ്ങളാണ്. തുരുത്തിത്തറയാണോ കരിവേലിത്തറയാണോ? കരിവേലിത്തറ അല്പം മുന്നിലാണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായ രീതിയിൽ കടന്നു വരികയാണ്. ഓടിവള്ളങ്ങളെ ഏറ്റവും കൂടുതൽ വേഗതയുള്ള വള്ളങ്ങളാണെന്നാണ് ഒരു വെപ്പ്. എന്നാൽ കാലത്തിൻ്റെ പ്രവാഹത്തിലെ ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങൾക്കൊപ്പം എത്തുവാൻ ഇന്ന് ഓടിവള്ളങ്ങൾക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ കരിവേലിത്തറ വള്ളം ഏതാണ്ട് ഒരു വള്ളപ്പാട് മുന്നിലെ അങ്ങനെ കുതിച്ചു പായുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ തുരുത്തിത്തറ വിട്ടുകൊടുക്കുന്നില്ല. തുരുത്തിത്തറയും ഇതാ ഒപ്പത്തിനൊപ്പം എത്തിച്ചേരുവാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. തുഴ അങ്ങനെ നീട്ടി ജലതുള്ളികളെ കീറി മുറിച്ച് എയ്തു വിട്ട ശരം പോലെ, കഞ്ചി വലിക്കപ്പെട്ട വെടിയുണ്ട പോലെ ചീറി വരുന്ന മനോഹരമായൊരു കാഴ്ച. കരിവേലിത്തറയുടെ ചുണ്ടിലെ ഒരു പരുന്തുണ്ട്, സ്റ്റീൽ തീർത്ത പരുന്ത്. മനോഹരമാണ് ആ വള്ളം പോലെ തന്നെ. അങ്ങനെ താളാത്മകമായ രീതിയിൽ കുട്ടനാട് ബോട്ട് ക്ലബ് ഇതാ ഫിനിഷിംഗ് പോയിന്റ് കരിവേലിത്തറയിൽ കടന്നു പോയിരിക്കുകയാണ്. എന്നാൽ തുരുത്തിത്തറ എല്ലാവിധ സ്പോർട്സ്മാൻ സ്പിരിറ്റോടും കൂടെ തന്നെ അവരും ഇതാ ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി നടക്കേണ്ടത് വടക്കനോടി വള്ളങ്ങളുടെ 3ാമത്തെ ഹീറ്റ്സാണ്. ഇക്കുറി ഒരു വള്ളം മാത്രമേ ഉള്ളൂ, ഡായി നമ്പർ 1. ആരാണ് അതിൻ്റെ ക്യാപ്റ്റൻ? PC സുരേന്ദ്രനാണ് അതിൻ്റെ ക്യാപ്റ്റൻ. BSNL ആണ് അതിനെ സ്പോൺസർ ചെയ്യുന്നത്. വളരെ മനോഹരമായ രീതിയിൽ അവരും ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയിരിക്കുന്നു. ഒരു ഫൈനലിന് തയ്യാറെടുപ്പ് നടത്തി അരയും തലയും മുറുക്കി അവരും ഇതാ ഈ നീലേറ്റുപുറം വാട്ടർ സ്റ്റേഡിയത്തിലൂടെ കടന്നുപോയിരിക്കുകയാണ്. ഇനി നടക്കേണ്ടത് ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ്. 1ാമത്തെ ട്രാക്കിലെ 22ാം നമ്പർ വള്ളം പുന്നത്തറപ്പുരയ്ക്കല്, 2ാമത്തെ ട്രാക്കിൽ 23ാം നമ്പർ വള്ളം തോട്ടുകടവൻ. വളരെ മനോഹരമായ രീതിയിൽ ചെറിയ വെപ്പ് വള്ളങ്ങളാണ്. ഏതാണ്ട് 30 തുഴക്കാർക്ക് താഴെയുള്ള വെപ്പ് വള്ളങ്ങളെ വളരെ മനോഹരമായ രീതിയിൽ 2 വെപ്പ് വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പൊരുതി കട്ടയ്ക്ക് ഒരു തുല്യത്തിനുള്ള ശ്രമം നടത്തുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ നീലേറ്റുപുറം വാട്ടർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ 1ാമത്തെ ട്രാക്കിൽ പുന്നത്തറപ്പുരയ്ക്കലാണോ 2ാമത്തെ ട്രാക്കിൽ തോട്ടുകടവാണോ വിജയിക്കുക എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. വളരെ ആവേശകരമായ രീതിയിൽ ഇഞ്ചോടിഞ്ച് പൊരുതി മുന്നേറുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ ഏതാണ്ട് 1ാമത്തെ ട്രാക്കിൽ പുന്നത്തറപ്പുരയ്ക്കൽ അല്പം മുന്നിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ തോട്ടുകടവനും വിട്ടുകൊടുക്കുന്നില്ല. ഇഞ്ചോടിഞ്ച് പൊരുതിയുള്ള മത്സരം വാശിയാണ്. നീലേറ്റുപുറത്തെ കളിയെ സംബന്ധിച്ച് പറയുമ്പോഴേ ആദ്യകാലങ്ങളിൽ വെപ്പ് വള്ളങ്ങളുടെ മത്സരത്തിനായിരുന്നു പ്രാധാന്യം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1ാമത്തെ ട്രാക്കിലൂടെ പുന്നത്തറപ്പുരയ്ക്കൽ ഇതാ കടന്നുപോയിരിക്കുകയാണ്. 2ാമത്തെ ട്രാക്കിലെ തോട്ടുകടവനും ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയിരിക്കുന്നു. ആറിൻ്റെ ഇരുകരകളിലും ആയിരങ്ങൾ അങ്ങനെ തിങ്ങി നിറഞ്ഞ ആവേശത്തോടു കൂടി നിൽക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ 2ാമത്തെ ഹീറ്റ്സിലെ ഡൽഹി എന്ന വള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ച. അവർക്കത്ര വലിയ ആയാസമൊന്നുമില്ല, കാരണം അവർക്ക് പ്രതിയോഗിയില്ല. എങ്കിലും ആ വള്ളംകളിയുടെ എല്ലാ തനിമയും ഉൾക്കൊണ്ടുകൊണ്ട് ആ പാരമ്പര്യവും പൈതൃകവും എല്ലാം നെഞ്ചിലേറ്റി ലാളിച്ചുകൊണ്ട്
കരിക്കുട്ടന്മാര്, കുട്ടനാടിന്റെ മുത്തുകളെ അങ്ങനെ താളാത്മകമായ രീതിയിൽ തുഴഞ്ഞു വരുന്ന മനോഹരമായ കാഴ്ചയാണ്. ഇതാ ഡൽഹിയും ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയിരിക്കുകയാണ്. തുടർന്ന് നടക്കേണ്ടത് വടക്കനോടി ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ്. വടക്കനോടി ബി ഗ്രേഡ് വള്ളങ്ങൾ എന്ന് പറയുമ്പോഴേ ഏതാണ്ട് 35 തുഴക്കാർക്ക് താഴെ മാത്രമുള്ള വള്ളങ്ങളാണ്. ഒന്നാമത്തെ ട്രാക്കിൽ ഉദയംപറമ്പ് തങ്കച്ചനാണ് അതിൻ്റെ ക്യാപ്റ്റൻ. രണ്ടാമത്തെ ട്രാക്കിലെ കൊച്ചയ്യപ്പൻ വിജിയാണ് അതിൻ്റെ ക്യാപ്റ്റൻ. വളരെ മനോഹരമായ രീതിയിൽ 2 വള്ളങ്ങൾ കടന്നു വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഉദയംപറമ്പാണോ കൊച്ചയ്യപ്പനാണോ വിജയിക്കുക എന്ന് പറയുക അസാധ്യമാണ്. ഏതാണ്ട് ഒരല്പം മുന്നിലെ കൊച്ചയ്യപ്പനാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന കൊച്ചയ്യപ്പൻ വളരെ അനായാസം തൻ്റെ പ്രതിയോഗികളെ പിന്നിലാക്കി കുതിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ 35ഓളം തുഴക്കാരെ ഒരേ രീതിയിൽ തുഴ മുന്നോട്ട് നീട്ടി ജലതുള്ളികളെ കീറി മുറിച്ച് പിന്നോക്കം തള്ളി അതിവേഗം ബഹുദൂരം ചീറിപ്പായുന്ന മനോഹരമായ ഒരു കാഴ്ച. എന്തൊരാവേശമാണ്! താളക്കാരൻ അങ്ങനെ നിന്നുകൊണ്ട് താളം കൊടുക്കുകയാണ്. അടനയമ്പുകാരങ്ങനെ കറക്കി എറിയുകയാണ്. കുട്ടനാട്ടുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പങ്കായം കുത്തി എറിയുകയെന്ന് പറയും. വളരെ മനോഹരമായ രീതിയിൽ എറിയുന്നുണ്ട്. കാര്യം ശക്തരായ പ്രതിയോഗി അല്ലെങ്കിൽ പോലും മത്സരത്തിൻ്റെ എല്ലാ തനിമയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ കടന്നു വരുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച. 26-ാം നമ്പർ വള്ളം കൊച്ചയ്യപ്പൻ ഇതാ